തീരുമാനങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി എന്നതിനെ സംബന്ധിച്ചാണ് റിവ്യൂ മീറ്റിംഗ് നടത്തുക. ആ റിവ്യൂ മീറ്റിംഗിൽ ഇക്കാര്യങ്ങൾ നമ്മൾ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ആ നിലയിൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. ആ പ്രതിഷേധങ്ങളെല്ലാം അതിൻ്റെതായ സ്പിരിറ്റോട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ നടപ്പിലാക്കുന്നതിന് സമയബന്ധിതമായി കൃത്യമായ ഫോളോ അപ്പ് അടക്കം ഉറപ്പുവരുത്താൻ ഞങ്ങൾ തുടർച്ചയിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ വലിയൊരു ജനകീയ പ്രതിഷേധം ഉച്ചയ്ക്ക് 3 മണിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത്രയും നേരം മണിക്കൂറുകളായി ഞങ്ങൾ ഇവരോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തുടർച്ച ഉറപ്പുവരുത്തേണ്ട ചുമതലയും ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. ജനകീയ പ്രതിഷേധം എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇത് തന്നെയാണ് പറയുന്നത്. നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ പ്രതിഷേധങ്ങളെല്ലാം 27-ാം തീയതി നടക്കും. വെന്യൂ കാര്യങ്ങളെല്ലാം അറിയിക്കാം. ഇവിടെ തന്നെ കുട്ടമ്പുഴയിലോ അല്ലെങ്കിൽ കോതമംഗലത്തോ. ഇത് 27 കൊണ്ട് അവസാനിപ്പിക്കില്ല. നമ്മളാണെങ്കിൽ ഇതിനകത്ത് വളരെ കൃത്യമായ തന്നെയുള്ള അതിനകത്ത് അത് ഇവിടെ നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകരെ സാക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അദാലത്ത് കഴിഞ്ഞിട്ട് ഇല്ല, ഇതിൽ ഡിഫറെന്റ് സോഴ്സസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുടെ രാഷ്ട്രീയ RKVYയുടെ പദ്ധതിയിലോ 22 lakhs നമുക്ക് കിട്ടി. 3 സ്ഥലങ്ങളിൽ, ഐ തിങ്ക് മലയാറ്റൂർ, കോതമംഗലം മണ്ഡലം, അതേപോലെ പെരുമ്പാവൂർ മണ്ഡലം, 3 മണ്ഡലങ്ങളിൽ നമ്മൾ സോളാർ ഫെൻസിങ്ങിന്റെ വർക്ക്സ് നടക്കും. അതേപോലെ നബാർഡ് വർക്ക്സ്, അതുപോലെ പ്ലാൻ ഫണ്ട്സ്, ഇങ്ങനെ മാക്സിമം ഫണ്ട്സ് എല്ലാം നമ്മൾ പൂൾ ചെയ്തിട്ടാണ് ഈ വർക്ക്സ് ചെയ്തു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇതിൽ പല വർക്ക്സും ടെൻഡർ ചെയ്ത് പല സ്റ്റേജിലുള്ളതാണ്. അത് നമുക്ക് സമയബന്ധിതമായിട്ട് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന്, അതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലാക്ക് ഓഫ് പ്രോജക്ട്സ് അല്ല, പ്രോജക്റ്റുടെ ഇംപ്ലിമെന്റേഷനിൽ വരുന്ന സാങ്കേതിക തടസ്സങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാം, അതാണ് ഇവിടെ കാണുന്ന ഒരു ചാലഞ്ച് തന്നെ കാണുന്നത്. ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ഇപ്പൊ നബാർഡുടെ കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മൾ കോതമംഗലത്ത് ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നത് വടാട്ടുപാറയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വടാട്ടുപാറയിൽ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായി ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ വടാട്ടുപാറയിൽ ഒരു പരിധി വരെ, ഞാൻ പൂർണ്ണമായി പരിഹരിച്ചു എന്നല്ല, നിരന്തരമായ വാർത്തകൾ വന്നിരുന്ന ഒരു മേഖലയിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചപ്പോൾ അത് വളരെ ഫലപ്രദമാണ് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന ഫെൻസിങ്ങുകൾ ഇവിടെ അതിലും കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അതായത് 2 ഡബിൾ ലൈനാണ്. നമ്മളൊരു ടി ഷേപ്പിൽ വന്നിട്ട് 2 ലൈൻ ഏതാണ്ട് 3.5 മീറ്ററോളം നീളത്തിൽ അത്രയും എഫക്റ്റീവായി തന്നെ ചെയ്യാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ എല്ലാം അറിയാമല്ലോ, ഇപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു വിഷയമുണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ 620 കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. ഒരു കൂട്ടായ ഇടപെടൽ അതാണ് വേണ്ടത്. എംപിമാരും ഞാൻ പാർലമെന്റ് അംഗങ്ങൾ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഒരുമിച്ച് നിന്ന് ഇടപെടേണ്ട ഒരു വിഷയമാണ്. അതിന് അത്തരം ഒരു കൂട്ടായ്മ തന്നെ നമ്മളിവിടെ രൂപപ്പെടുത്തിയെടുക്കും. എന്താ അങ്ങനെ ജനപ്രതിനിധികളും അവർ എടുത്ത തീരുമാനം ഇക്കാര്യത്തിൽ പറഞ്ഞു. വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു പദ്ധതിയായിരിക്കും നടപ്പാക്കേണ്ടത്. ചിട്ടയായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം, നിരീക്ഷണം, ഇതിന് അവലോകനം ഉൾപ്പെടെ നടത്തുമെന്നൊരു ഉറപ്പ് നൽകിയാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, ഒപ്പം 2 MLA-മാർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് ഈ മണിക്കൂറിൽ മടങ്ങുന്നത്. ഇതുതന്നെയാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചു എന്നും പറയാൻ സാധിക്കുമെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രതിഷേധം കോതമംഗലത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നാട്ടുകാർ കളക്ടറോട് വിഷമം പറയുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉറപ്പു നൽകിയതിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചതും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി വിട്ട് നൽകിയതും. നന്ദ.